കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് തീരുമാനമായില്ല. 5000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകാമെന്ന കേന്ദ്ര വാഗ്ദാനം കേരളം തള്ളി. അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക കുറയ്ക്കുമെന്ന വ്യവസ്ഥയോടെയായിരുന്നു വാഗ്ദാനം. 10000 കോടിയെങ്കിലും കടമെടുക്കാൻ അനുമതി വേണമെന്ന നിലപാടിലായിരുന്നു കേരളം. ഹർജി വീണ്ടും 21-ന് പരിഗണിക്കും. കേരളത്തിന്റെ ഹർജി പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ സംസ്ഥാനം ഇതുവരെ നടത്തിയ കടമെടുപ്പ് സംബന്ധിച്ച സ്ഥിതിവിവരക്കണക്കിന്റെ ചുരുക്കപ്പട്ടികയാണ് കേന്ദ്രം അവതരിപ്പിച്ചത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്ന് അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശം മുഖവിലക്കെടുത്ത് വായ്പാ പരിധിയിൽ 5000 കോടി രൂപ കൂടി ഉയർത്തി നൽകാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വായ്പാ പരിധിയിൽ ആദ്യ 9 മാസത്തേക്ക് അനുവദിക്കുന്നത് 21,664 കോടി രൂപയാണ്. ഈ തുകയിൽ നിന്നും 5000 കോടി രൂപ കുറവ് വരുത്തും. മാർച്ച് 31-ന് മുമ്പ് 10000 കോടി രൂപയെങ്കിലും വായ്പാ പരിധിയിൽ ഉയർത്തി നൽകണമെന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. 5000 കോടി എന്ന വാഗ്ദാനം സ്വീകരിച്ചുകൂടെയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചെങ്കിലും വിനയപൂർവ്വം നിരസിക്കുകയാണ് കേരളം ചെയ്തത്. വ്യവസ്ഥകളോടുള്ള ഈ തുക സ്വീകരിച്ചാൽ വരും സാമ്പത്തിക വർഷത്തിലും കേരളം കടുത്ത ബുദ്ധിമുട്ടിലാകും. മാത്രമല്ല, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിക്കുന്ന തുകയിൽ പിന്നീട് കേരളത്തിന് തർക്കിക്കാൻ കഴിയില്ല. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലെ നഷ്ടമായിരിക്കും സംസ്ഥാനത്തിനുണ്ടാകുക. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഡി ധനസുമോത്, മീഡിയ 1, ഡൽഹി.